പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ WWE താരം AEWയിലേക്ക് കൂടും മാറ്റാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് അങ്കിൾ ഹൗഡിയുടെ റിട്ടേണോട് അനുബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റുകളാണ്. മൂന്നാമത്തേത് ജെഫ് ഹാർഡിയുടെ AEW കോൺട്രാക്റ്റിനെ സംബന്ധിച്ചും അവസാനത്തേത് സൂപ്പർ താരമായ ബ്രോക്കിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസുകളുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് WWEയിലെ മുൻ താരം ആയിരുന്ന മൻസൂർ എന്ന റെസ്ലർ AEWന്റെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഡൈനാമൈറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മൻസൂർ നിലവിൽ ഒരു റെസ്ലിംഗ് കമ്പനിയുമായിട്ടും കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് WWEയിൽ നിന്ന് മൻസൂർ റിലീസ് ചെയ്യപ്പെട്ടത്. മൻസൂർ AEWന്റെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുക, രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായി ബാക്ക് സ്റ്റേജിൽ ചെറിയൊരു മീറ്റപ്പ് നടത്തുക എന്നുള്ളതാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടായിരിക്കും മുൻ WWE താരം AEWന്റെ ബാക്ക് സ്റ്റേജിൽ എത്തിയത് എന്നാണ് റെസ്ലിംഗ് ജേർണലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. മൻസൂർ AEW കൂടാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുമുള്ള ഒരു അപ്ഡേറ്റ്സ് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അങ്കിൾ ഹൗഡിയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. അതിൽ ആദ്യമായി പങ്കുവെക്കാനുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡിലെ QR കോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച വീഡിയോസിനെ സംബന്ധിച്ചാണ്. ആദ്യത്തെ വീഡിയോയിൽ അങ്കിൾ ഹൗഡി ഒരു കാട്ടിലൂടെ നടക്കുന്ന അങ്കിൾ ഹൗഡിയുടെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി കാട്ടിലൂടെ നടക്കുന്ന ഒരു വീഡിയോ ആരോ പകർത്തിയെടുക്കുന്നതിൻ്റെ കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഏതോ ഒരു വീടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ട് ഡോറിൽ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ദൃശ്യമാണ്. അതിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസാണ് അങ്കിൾ ഹൗഡിയുടെ QR കോഡിൽ നിന്ന് നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ലഭിച്ചത്. കൂടാതെ അങ്കിൾ ഹൗഡിയുടെ QR കോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ് ജൂൺ 17 എന്ന് പറയുന്ന ഡേറ്റ് ആണ്. ആ ഒരു ഡേറ്റിൽ ഒരു റോ എപ്പിസോഡ് നടക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ നടക്കുന്ന ഈ ഒരു റോ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ റോ എപ്പിസോഡാണ്. അപ്പോൾ ആ ഒരു റോ എപ്പിസോഡിൽ അങ്കിൾ ഹൗഡി തിരികെ വന്ന് വലിയ ഒരു വൈറലാകാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻറ്റ് നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്, ഇന്ന് അങ്കിൾ ഹൗഡി WWE വെബ്സൈറ്റിൽ ഹെലോ എന്ന് ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ട് ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അങ്കിൾ ഹൗഡി ആ ഒരു പോസ്റ്റിലൂടെ നമ്മളുമായി വിവരിക്കാൻ ശ്രമിക്കുന്നത്. അങ്കിൾ ഹൗഡി ഒറ്റയ്ക്കല്ല, അങ്കിൾ ഹൗഡിയുടെ കൂടെ ഒരു പറ്റം റെസ്ലേഴ്സ് അല്ലെങ്കിൽ ഒരു പറ്റം വ്യക്തികൾ ഉണ്ട് എന്നുള്ളതും അങ്കിൾ ഹൗഡി ആ ഒരു അപ്ഡേറ്റിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ ജൂൺ 17 അങ്കിൾ ഹൗഡിയുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് 100% കൺഫേം ആയിരിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജെഫ് ഹാർഡിയെ സംബന്ധിച്ചാണ്. ജെഫ് ഹാർഡി നിലവിൽ AEWയുമായി കോൺട്രാക്റ്റ് ഉള്ള ഒരു റെസ്ലറാണ്. എന്നാൽ ജെഫ് ഹാർഡിയുടെ സഹോദരനും TNA റെസ്ലിംഗിൻ്റെ റെസ്ലറുമായ മാറ്റ് ഹാർഡി അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ ജെഫ് ഹാർഡിയുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജെഫ് ഹാർഡി ഇപ്പോൾ ഒരു ഇഞ്ചുറി പറ്റി മാറി നിൽക്കുകയാണ്. എന്നാൽ ഹാർഡിയുടെ ഈ ഒരു ഇഞ്ചുറി എല്ലാം മാറി എന്നുള്ളതാണ് സഹോദരനായ മാറ്റ് പറയുന്നത്. അദ്ദേഹം ജസ്റ്റ് ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അതായത് റിട്ടേണിനോട് വേണ്ടിയിട്ട് ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് മാറ്റ് ഹാർഡി പറയുന്നത്. എന്നാൽ ജെഫ് ഹാർഡിയുടെ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ജൂൺ മാസത്തിൽ അവസാനിക്കുമെന്നും മാറ്റ് ഹാർഡി കുറിക്കുന്നുണ്ട്. അപ്പോൾ ജെഫ് ഹാർഡി ആ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ സൂചനകൾ. കാരണം ഹാർഡി ബ്രദേഴ്സിന് AEWയിൽ അവർ പ്രതീക്ഷിച്ച ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് മാറ്റ് ഹാർഡി AEWയുമായിട്ടുള്ള ഒരു ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് TNAയുടെ റോസ്റ്ററിൻ്റെ ഭാഗം ആയത്. ഇതേ ഒരു രീതിയിൽ തന്നെ ജെഫ് ഹാർഡിയും AEW കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാനും അദ്ദേഹം മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിൽ പോകാനും സാധ്യതയുണ്ട്. നിലവിൽ ശാരീരികമായി ജെഫ് ഹാർഡി 100% ഓക്കെ ആണെന്നുള്ളതും ഈ ഒരു പോഡ്കാസ്റ്റിൽ മാറ്റ് ഹാർഡി പറയുന്നുണ്ട്. ജെഫ് ഹാർഡിയുടെ WWEയിലേക്കുള്ള തിരിച്ചുവരവ് കാണാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ സംശയമുള്ള ഒരു ചോദ്യമാണ്. മിക്കവാറും മാറ്റ് ഹാർഡിയുടെ ആ ഒരു പിറകെ TNA റെസ്ലിംഗിലേക്ക് ജെഫ് ഹാർഡി കൂടുമാറ്റാനായിരിക്കും സാധ്യത കൂടുതൽ. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് കുറച്ച് നല്ലതും അതുപോലെ തന്നെ മോശവുമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പങ്കുവെക്കാനുള്ളത്.
പറയാനുള്ളത്. അതിൽ ആദ്യത്തേത് മോശപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്റർ എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ടെലിവിഷനിൽ കാണണം എന്നുണ്ടെങ്കിൽ WWE ലീഗലായി ബ്രോക്കിൻ്റെ ബാൻ എടുത്തു കളയണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ലീഗലായി എന്ന് പറയുമ്പോൾ വിൻസ് മെക്മാന് എതിരെ വന്ന ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങളിൽ ബ്രോക്കിന് യാതൊരുവിധ പങ്കും ഇല്ല എന്നുള്ളത് ബ്രോക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ബ്രോക്കിനെ റെപ്രസെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന അഡ്വക്കേറ്റ്സ് തെളിയിക്കണം. എന്നാൽ മാത്രമേ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് നിയമപരമായി നമുക്ക് ടെലിവിഷനിൽ കാണാൻ സാധിക്കൂ എന്നാണ് റെസ്ലിംഗ് ഒബ്സർവറായ ഡേവ് മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രോക്കിൻ്റെ പേര് ഇക്കഴിഞ്ഞ ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കെവിൻ ഓവൻസ് മെൻഷൻ ചെയ്തു എന്നുള്ളതാണ്. എഗെയിൻസ്റ്റ് നിന്നത് പോൾ ഹെയ്മൻ ആയതുകൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നതിൽ വലിയ കൗതുകമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ പോൾ ഹെയ്മൻ കുറേയധികം വർഷം ബ്രോക്ക് ലെസ്നറിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ പോൾ ഹെയ്മൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത് ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കാനും ഒരു റെസ്ലറിനും സാധിക്കില്ല. അങ്ങനെ ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തത് ആണെന്ന് നമുക്ക് വിചാരിക്കാമെങ്കിലും ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ ബ്രോക്കിനെ അവർ ഉപയോഗിക്കാൻ ഇനിയും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അതും ബ്രോക്കിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു സൂചന തന്നെയാണ്. കൂടാതെ ബ്രോക്ക് ലെസ്നറിൻ്റെ പുതിയൊരു ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പിക്ചറിൽ ബ്രോക്കിൻ്റെ കൗബോയ് ക്യാരക്ടറിൽ നിന്നുള്ള ആ താടിയും മുടിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും റിട്ടേണിൻ്റെ ചില സൂചനകൾ നൽകുന്നുണ്ട്. അതായത് പഴയ ആ ഒരു ലുക്കിൽ ഫേസ് ക്യാരക്ടറിൽ തന്നെയാണ് ബ്രോക്ക് തിരികെ വരാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരംഭം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രോക്ക് ലെസ്നറുടെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.